അയ്യപ്പേ നമ്മളെ പീടിന്റെ പണിയൊക്കെ കഴിഞ്ഞിക്കണേ. ഞാൻ എന്റെ മേലെ ഒരു ബോർഡും വെക്കണം, അതിനുള്ള സാധനങ്ങളും സെറ്റ് ആക്കണം. സാധനങ്ങൾ സെറ്റാക്കാനേ നമ്മളെ ബാബുവൊക്കെ ഉഷാറ്. മൂപ്പരെ പോയി കണ്ടാലേ അതിന്റെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും മൂപ്പര് പറഞ്ഞുതരും. അതിനിപ്പോ ബാബാക്കനോട് പോയാലോ കാണുക? മൂപ്പര് അവിടെ മൂച്ചിനോട് ഇരിക്കണ്ടാവും. ജുവാ ബാബുക്കാ, നമ്മളെ റേസില്ലേ ഒരു കട തുറക്കുന്നുണ്ട്. അതിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. അത് ചോദിക്കാൻ വേണ്ടി വന്ന ഞങ്ങളോട്. പൈസ എന്ത് കട തുറക്കണേ? ആ ചെറിയൊരു പലർക്കട. മക്കളെ, ബാബാക്കാന്റെ അനുഭവം കൊണ്ട് പറയാൻ, ഒരു മരിച്ചോടത്ത് പോകാനോ ഒരു കല്യാണത്തിന് പോകാനോ എന്തിനു പറഞ്ഞ ഒരു മൂത്രം വയ്ക്കാൻ പോകാൻ പോലും നമുക്ക് ടൈം കിട്ടും. ബാബാക്ക് എന്താ അങ്ങനെ പറഞ്ഞു? പൈസ എത്രയും വലിയൊരു പൈസ മുടക്കിയിട്ട് ഒരു കട തുടങ്ങണേക്കാട്ടും നല്ലത് ഈ നാട്ടുകാരെ നന്നാക്കിയിട്ട് അനക്ക് എന്ത് കിട്ടാനോ? അയക്കുമ്പോ അതൊരു തൊഴിലുറപ്പിനും വലിയ പൈസ നല്ലത്. ബാബുവൊക്കെ ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഇങ്ങനൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യലാഭം. അക്കുമ്പോഴത്തെ ഒരു കട തുടങ്ങിയാലേ കടം കൊണ്ടുപോകാൻ കണ്ടമാന ആളുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക ബാബുക്ക? കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കടം വാങ്ങാൻ ഒരുപാട് ആള് വരും. അഥവേ അവരെ കയ്യിൽ കുറച്ച് കാശേറ്റ വന്ന് പെട്ടാൽ അവർ വലിച്ച് സൂപ്പർ മാർക്കറ്റിലോ മാളിലോ പോയിട്ട് സാധനം വാങ്ങിക്കാണ്ട് വരും. എൻ്റെ മുതുവകരൊരു കൊഞ്ഞനം കാട്ടല. ബാബുവൊക്കെ പറഞ്ഞ പോലെ തൽക്കാലം നമുക്കൊന്ന് ആലോചിച്ചതിന് ശേഷം തോന്നും. എടുത്ത് ചാടി ചെയ്യേണ്ടിയിരുന്നില്ലേ? ഏതായാലും കഴിഞ്ഞു പോയില്ലേ. ഞാൻ അതിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പോവാം.